ഹായ് വെൽക്കം ബാക്ക് ടു അറ്റ് അനദർ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ LBS അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത്. എല്ലാവർക്കും ഒരുപാട് ഡൗട്ട്സ് ഉള്ളത് അലോട്ട്മെന്റും അതിൻ്റെ പ്രൊസീജിയേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. സോ LBSന്റെ കൂടുതൽ വിവരങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്ന പോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ ഞാൻ കമ്മ്യൂണിറ്റി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നുണ്ട്. കരിയർ ഹെൽപ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ്, അതായത് കരിയർ ഹെൽപ്സ് എന്ന് പറയുന്നത് ഇതുപോലുള്ള ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് പേഴ്സണലി നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ കോളേജസിനെ കുറിച്ചിട്ടും കോളേജ് ഡീറ്റെയിൽസും, ഇനി കേരളത്തിലല്ലെങ്കിൽ കേരളത്തിന്റെ പുറത്തൊക്കെ അഡ്മിഷൻസ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് അവിടെയുള്ള കോളേജസും അതിന്റെ ഫീസ് സ്ട്രക്ചറും കോഴ്സ് ഡീറ്റെയിൽസും ഇങ്ങനെയൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് LBS അലോട്ട്മെന്റിൽ എങ്ങനെയാണ് മാർക്ക് നോക്കുന്നത്, അല്ലെങ്കിൽ ഏത് മാർക്കാണ്, +1 മാർക്കാണോ +2ന്റെ മാർക്കാണോ അതോ രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള മാർക്കാണോ? ഇത് ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് കോമൺ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. നമുക്ക് ഇതൊരു എൻട്രൻസ് എക്സാം അല്ല, +2ന്റെ മാർക്ക് അടിസ്ഥാനത്തിലാണ് ഇതിന്റെ അലോട്ട്മെന്റ്സ് നടക്കുന്നത്. +2ന്റെ മാർക്ക് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഇയറിന്റെ മാർക്കാണ് ഇതിനകത്ത് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് പരിഗണിക്കുന്നത്. അതായത് ഇപ്പോൾ +1ൽ നല്ല മാർക്ക് കിട്ടിയ കുട്ടികൾ അല്ലെങ്കിൽ കുറഞ്ഞ കുട്ടികൾക്ക് നിങ്ങൾക്ക് പേടിക്കാനില്ല. കാരണം +2ൽ നിങ്ങൾ നല്ല സ്കോറിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മാർക്കാണ് നമ്മൾ പരിഗണിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ടൈ ഒക്കെ വരുന്ന അവസ്ഥകൾ ഉണ്ടാവും. അതായത് ഒരേ മാർക്കുള്ള, ഇപ്പോൾ +2ൽ ഒരേ മാർക്കാണ് രണ്ട് കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ അവരുടെ +1ന്റെ മാർക്കും കൂടെ കൺസിഡർ ചെയ്യും. അങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് LBS അലോട്ട്മെന്റിൽ 3 റാങ്ക് ലിസ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 15ഓളം കോഴ്സുകൾ, BSc നഴ്സിംഗ് ഉൾപ്പെടെ 15 കോഴ്സുകളാണ് കഴിഞ്ഞ വർഷം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിരുന്നത്. ഇനി എന്തെങ്കിലും പുതിയ കോഴ്സുകൾ ഇതിനകത്ത് ആഡ് ചെയ്ത് വന്നിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ഇപ്രാവശ്യത്തെ അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തെ അറിയുള്ളൂ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. 15 കോഴ്സ് ആയിരുന്നു കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് 3 റാങ്ക് ലിസ്റ്റിലായിട്ടാണ് നമുക്ക് വരിക. അതും +2ന്റെ മാർക്ക്, അതായത് +1 +2ന്റെ മാർക്കല്ല, +2 സെക്കൻഡ് ഇയറിൽ നിങ്ങൾ സ്കോർ ചെയ്തിട്ടുള്ള മാർക്കാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. പിന്നെ ബയോളജി അല്ലാണ്ട് മാത്സ് സബ്ജക്റ്റ് പഠിച്ച കുട്ടികൾക്കും LBS അപ്ലൈ ചെയ്യാം. പക്ഷേ എല്ലാ കോഴ്സുകളും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് LBSന്റെ 3 റാങ്ക് ലിസ്റ്റ് ആണ് ടോട്ടലി വരുന്നത്. അപ്പോൾ 3 റാങ്ക് ലിസ്റ്റിലും ഫസ്റ്റത്തെ റാങ്ക് ലിസ്റ്റിലാണ് ഒരുപാട് കോഴ്സുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ലൈക്ക് BSc നഴ്സിംഗ് ആയിക്കോട്ടെ, MLT, ഒപ്റ്റോമെട്രി, റേഡിയോളജി ടെക്നോളജി, ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ റാങ്ക് ലിസ്റ്റ് 1ലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. റാങ്ക് ലിസ്റ്റ് 2ൽ വരുന്നത് ഒറ്റ കോഴ്സാണ്, BASLP, ബാച്ചിലർ ഓഫ് ഓഡിയോ ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി എന്ന് പറഞ്ഞിട്ടുള്ള BASLP കോഴ്സ് മാത്രമാണ് റാങ്ക് ലിസ്റ്റ് 2ൽ വരുന്നത്. അപ്പോൾ അതിൽ ബയോളജി സബ്ജക്റ്റ് അതിൽ മാൻഡേറ്ററി അല്ല. ഇപ്പോൾ +2ൽ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ മാത്സ് സബ്ജക്റ്റ് ഒക്കെ എടുത്ത് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ മാത്സ് സബ്ജക്റ്റ് ആയിട്ട് ബയോളജി അല്ലാത്ത സബ്ജക്റ്റുകൾ പഠിച്ച കുട്ടികൾക്ക് ബാക്കി നഴ്സിംഗിനും ബാക്കിയുള്ള റാങ്ക് ലിസ്റ്റ് 1ൽ വരുന്ന കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്ലൈ ചെയ്യാം, പക്ഷേ അലോട്ട്മെന്റ്സിന് പരിഗണിക്കുന്നത് ബയോളജി പഠിച്ച കുട്ടികൾക്കാണ്. അപ്പോൾ ഇങ്ങനെ 3 റാങ്ക് ലിസ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് സ്ക്രീനിൽ കാണിക്കാം. റാങ്ക് ലിസ്റ്റ് 3ൽ വരുന്നത് ബാച്ചിലർ ഓഫ് ഓർത്തോപ്റ്റിക്സ് ആൻഡ് പ്രോസ്തെറ്റിക് കോഴ്സ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത്. 3 റാങ്ക് ലിസ്റ്റ് ആണ്. അപ്പൊ ആ മൂന്നാമത് പറഞ്ഞിട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ഇനി അതിൽ ഇംഗ്ലീഷ് സബ്ജക്റ്റും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ ബയോളജി അല്ലാതെ മാത്സ് പഠിച്ച കുട്ടികൾക്കും അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള BSLP കോഴ്സിനും അപ്ലൈ ചെയ്യാം, ഇതേപോലെ BOP കോഴ്സിനും അപ്ലൈ ചെയ്യാം. ഓക്കെ, ബാക്കി എല്ലാ വരുന്ന കോഴ്സുകളും വരുന്നത് റാങ്ക് ലിസ്റ്റ് 1ലാണ്. റാങ്ക് ലിസ്റ്റ് 1ന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിർബന്ധമായിട്ട് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് സബ്ജക്റ്റ് എടുത്തവർക്ക് മാത്രമാണ് ഇതിനകത്ത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ +2ന്റെ മാർക്ക് അടിസ്ഥാനത്തിലാണ് ഈ അലോട്ട്മെന്റ് നടക്കുന്നത്. ഇനി എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെന്റിൽ നിങ്ങളുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് റാങ്ക് ലിസ്റ്റുകളാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. ഇത്രയും കോഴ്സുകൾ ഉണ്ട്, 3 റാങ്ക് ലിസ്റ്റ് ആണ്. ഓരോ റാങ്ക് ലിസ്റ്റിലും പെട്ട കോഴ്സുകൾക്ക് ഏതെല്ലാം സബ്ജക്റ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ഉള്ളത് പറഞ്ഞു. BASLP കോഴ്സ് മാത്സ് ബയോളജി അല്ലാത്ത കുട്ടികൾക്ക്, ഇപ്പോൾ അതിൽ ഓപ്ഷണലായിട്ട് കൊടുത്തിട്ടുള്ളത് ഇലക്ട്രോണിക്സ്, അതേപോലെ മാത്സ്, സൈക്കോളജി ഒക്കെ സെക്കൻഡ് ബയോളജിക്ക് പകരമായിട്ട് പഠിച്ച കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കോഴ്സ് BASLP കോഴ്സാണ്. അതേപോലെ തന്നെ BOP കോഴ്സ് ഇംഗ്ലീഷും കൂടെ സബ്ജക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് 1ഉം 2ഉം 300ലേക്കാണ്
ടോട്ടൽ മാർക്ക് വരുന്നത്. അതിന് ഇൻഡെക്സ് മാർക്ക് അത് നെക്സ്റ്റ് വീഡിയോയിൽ ഇൻഡെക്സ് മാർക്ക് എന്താണ്, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. കരിയർ ഹെൽപ്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പേഴ്സണലി നിങ്ങളെ വിളിച്ച് ഈ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതാണ്. പിന്നെ വീക്ക്ലി സൺഡേസിൽ നമ്മൾ ക്ലാസ്സുകൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് അല്ലെങ്കിൽ സെമിനാർ ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ.